തിരുവനന്തപുരം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ശ്രീ CP ജോൺ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഫലമറിയാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അക്ഷരാർത്ഥത്തിൽ എത്ര ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്? ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇത്ര ഭൂരിപക്ഷം എന്നുള്ളത് പറയുന്നത് ഒരു അഭംഗിയാണ്. പക്ഷേ ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയിൽ UDF ഇവിടെ ജയിക്കും. തിരുവനന്തപുരം മണ്ഡലത്തിൽ എന്താണ് UDFന് അനുകൂലമായ ഘടകം? നമ്മുടെ ഈ മണ്ഡലത്തിൻ്റെ തീരപ്രദേശങ്ങളിലെ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് എടുത്ത് നോക്കുകയാണെങ്കിലും ഇതിനു മുമ്പുള്ള എല്ലാ തിരഞ്ഞെടുപ്പ് എടുത്ത് നോക്കുകയാണെങ്കിലും അതിശക്തമായ കോൺഗ്രസിൻ്റെ അതേപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ്. അപ്പോൾ അതായത് ഒരു ലത്തീൻ വോട്ടുകൾ വലിയ ഒരു സ്വാധീനം ഉണ്ടാവുമോ താങ്കൾക്ക്? അത് മതപരമായിട്ടുള്ളത് ഒരു ഭാഗത്ത്, അതൊരു സോഷ്യൽ സ്ട്രക്ചറാണ്. അതിനേക്കാൾ ഉപരി പൊളിറ്റിക്കലാണ്. അവരെല്ലാം കോൺഗ്രസ്സുകാരാണ്. BJPക്കും ചില പോക്കറ്റുകളിൽ സ്വാധീനമുണ്ട്. അപ്പോൾ ഈ BJPയുടെ വോട്ടുകൾ അത് എത്രത്തോളം നിർണായകമാകും താങ്കളുടെ വിജയത്തിന്? അല്ല, ഈ മണ്ഡലത്തിൽ BJP നിർണായക ശക്തിയാണ്. ഇവിടെ ത്രികോണ മത്സരം ഇല്ല എന്നുള്ള ധാരണ ശരിയല്ല. ഇവിടെ ശക്തമായ ത്രികോണ മത്സരമുണ്ട്. ഇവിടുത്തെ BJPക്ക് വലിയ സ്വാധീനമുള്ള പ്രദേശങ്ങൾ, ഇപ്പോൾ ഫോർട്ട്, ശ്രീകണ്ഠേശ്വരം, പാൽക്കുളങ്ങര, അതേപോലെ ശ്രീവരാഹം പോലുള്ള പ്രദേശങ്ങൾ അവരുടെ ശക്തി കേന്ദ്രങ്ങളല്ലേ. ഫലം അറിയുന്നതിന് മുമ്പ് തന്നെ പലരും മുഖ്യമന്ത്രിയാകണമെന്നൊക്കെ പറഞ്ഞ് ഫ്ലെക്സ് ബോർഡുകൾ രാവിലെ മുതൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഇത്തരം അഭിപ്രായങ്ങൾ വരുന്നത്. ഒന്നാമത്തെ കാര്യം, കോൺഗ്രസിനാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഫലം അറിയുന്നതിന് മുമ്പേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭൂരിപക്ഷം പറയുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതും ഒക്കെ ഒരു അഭംഗിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ ആര് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ നമുക്ക് അനുകൂലമായിട്ട് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മുടെ ശത്രുക്കളായിരിക്കും. CP ജോൺ എന്ന മന്ത്രിയെ കേരള രാഷ്ട്രീയം കാണാൻ സാധിക്കുമോ? UDF ഭൂരിപക്ഷമുള്ളൊരു നിയമസഭയാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിവിടെ നിന്ന് ജയിക്കുകയാണെങ്കിൽ CMPക്ക് ഒരു ബർത്ത് ഉണ്ടായിരുന്നല്ലോ, അത് CMPക്ക് ന്യായമായും പ്രതീക്ഷിക്കാവുന്നതാണ്. ശരി, എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.